ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കോണിൻ്റെ റെസിപ്പിയാണ്. കോൺ എന്ന് പറയുമ്പോൾ എല്ലാവരും കോൺ ചുട്ടിട്ട് കഴിച്ചിട്ടുണ്ടാവും, ബോയിൽ ചെയ്ത് കഴിച്ചിട്ടുണ്ടോ, മസാല കോണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കോൺ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പിസ്സ സോസും അതുപോലെ തന്നെ കുറച്ച് ചാട്ട് മസാലയൊക്കെ ചേർത്ത് ബട്ടറൊക്കെ ചേർത്ത് അടിപൊളിയായിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ഒരു കോണാണ് കേട്ടോ. അത് കണ്ടോ, ബട്ടറൊക്കെ മെൽറ്റായി വന്നിരിക്കുന്നത്. പിന്നെ അത് ചുടുമ്പോൾ നമ്മൾ കൈ പിടിച്ച് ചുടണം, ഗ്യാസിലേക്ക് ഡയറക്റ്റ് വെച്ച് കൊടുക്കരുത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാലും ഞാൻ കുറച്ച് കഴിച്ച് നോക്കിയിട്ടാണ് ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യണേ കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ച് നോക്കിയില്ല, പക്ഷേ ഇവിടെ നിന്ന് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സോസ് തന്നെ കഴിക്കുമ്പോൾ അറിയാം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, പ്രത്യേകിച്ച് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ 2 ചെയ്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കോൺ എടുക്കാം കേട്ടോ. അപ്പോൾ കോൺ എടുക്കുമ്പോൾ കുറച്ച് നീളമുള്ള കോൺ എടുക്കണം, എന്നാലേ കുറച്ച് അതിലെല്ലാം നമുക്ക് പിസ്സയുടെ സോസും ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല നീളത്തിലുള്ള 2 കോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് 2 എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊളിച്ചെടുക്കണം. പിന്നെ നമുക്ക് ആദ്യം ചെയ്ത് വെക്കാനുള്ളതെന്ന് പറയുന്നത് കുറച്ച് കോൺഫ്ലെക്സ് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. കോൺഫ്ലെക്സ് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. കോൺ വാങ്ങുമ്പോൾ ഫ്രഷ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളതുണ്ടല്ലോ, അത് നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ. അത് നല്ല ഫ്രഷാണെന്ന് അറിയാം. എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഫ്രഷോ ഉണങ്ങിയതാണെങ്കിൽ ഇത് അധികം കാണില്ല ഇങ്ങനെ ഫ്രഷായിട്ട്. അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഹാർഡുള്ളത് നമുക്ക് ഫ്രൈ ചെയ്യാൻ മാത്രമേ കൊള്ളുള്ളൂ. ബോയിൽ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ പറ്റില്ല. അത് ഉണ്ടാക്കണമെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടുള്ളത് വേണം. അപ്പോൾ ഇങ്ങനെയുള്ളതും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നോക്കി വാങ്ങണം കേട്ടോ കോൺ വാങ്ങുമ്പോൾ എപ്പോഴും. അപ്പോൾ 2 കോണിലൊക്കെയുള്ള അളവാണ് ഇതിലോട്ട് ഒരു ബൗൾ കേട്ടോ. അപ്പോൾ കോൺഫ്ലെക്സ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോണൊന്ന് ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇത് ഫ്രഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലുണ്ടായത് ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷാണ്. പെട്ടെന്ന് ഉണ്ടാക്കും വേണം, അല്ലെങ്കിൽ ഇന്ന് വാടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. കോണൊക്കെ കുട്ടികൾക്ക് പലതരത്തിലും ഇഷ്ടം. ബോയിൽ ചെയ്ത് ഉപ്പിട്ട് നമുക്ക് വല്ല മസാലകളൊക്കെ മാറ്റി മാറ്റി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൽ ഗ്യാസിൽ ഉപ്പും ലൈമിട്ട് ചുട്ടിട്ട് നമ്മൾ നോർത്തിലൊക്കെ ചെയ്യുന്ന പോലെ ഈ മഴക്കാലത്ത് കോണൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്കിന്ന് മാറ്റണം കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഒക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കളഞ്ഞെടുക്കണം. അതിന് ശേഷം അടുത്തത് നമുക്കിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോണൊക്കെ ഇവിടെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് ബോയിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു കടായിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. വന്നിട്ട് കുറച്ച് നേരം ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് അതിൻ്റെ തണ്ട് മുറിക്കാനുണ്ട്, അല്ലെങ്കിൽ കൊള്ളില്ല. ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു സൈഡായി വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളക്കിയിട്ട്. അപ്പോൾ നമ്മുടെ കോണിവിടെ തിരിച്ചിട്ട് കൊടുത്തു. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഒരു ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഇതൊന്ന് നമുക്കൊരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ തുടച്ചെടുത്താൽ ഉണങ്ങി കിട്ടും. നമുക്കിങ്ങനെ വെള്ളമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. കുറച്ച് നേരം വയ്ക്കുമ്പോൾ തന്നെ ഊറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒന്ന് വെള്ളമൊക്കെ വാർന്ന് കിട്ടും. അതിന് ശേഷം നമുക്കൊരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കാം. ഇതിന് ശേഷം ഇതിലേക്കുള്ള സോസും കൂടെ തയ്യാറാക്കിയിട്ട് അതും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പിസ്സ സോസ് ഉണ്ടാക്കാനായിട്ടുള്ള മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് കയ്യിലുണ്ടെങ്കിൽ ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ബ്ലാക്ക് പെപ്പർ ഇത് കാലാനമക്കെന്ന് പറയില്ലേ, ബ്ലാക്ക് സോൾട്ട്, അതൊരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് 2 അളവാണ് കേട്ടോ പറയണേ, കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1 ടീസ്പൂണ് ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. ഒരു പിസ്സയുടെയും അതുപോലെ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറൊക്കെ കൂട്ടിയതാണത്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് പിസ്സയുടെ ടേസ്റ്റും അതുപോലെ തന്നെ ചാട്ട് മസാലയുടെ ടേസ്റ്റൊക്കെ ചേർന്ന്
പറയുമ്പോൾ നമ്മൾ പിസ്സ കോൺ എന്നാണ് പറയുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂടെ നമുക്ക് പിസ്സ വാങ്ങുമ്പോൾ കിട്ടുന്ന കുറേ എല്ലാവർക്കും ഉണ്ടാവില്ല ഇങ്ങനത്തെ കളക്ഷൻ, എനിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു 3 പാക്കറ്റാണ് ഞാൻ ഇട്ട് കൊടുക്കണത്. സ്പൂണ് പറയുകയാണെങ്കിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് സ്പൈസിയാണ് കേട്ടോ അത്. അപ്പോൾ അത് കട്ട് ചെയ്ത് ഒരു 3 പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കേട്ടോ. പിന്നെ ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബട്ടർ. എന്നിട്ട് നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ടല്ലേ നമ്മൾ ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/2 ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കണം. വേറെ ഓയിലൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/2 ടീസ്പൂണ് ബട്ടറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതിലേക്കുള്ള സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂണ് മയനൈസ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും. ഇനി കുറച്ച് ലൈമും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് ഈ സോസ് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ലൈമും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ ബട്ടറും സോസും നമ്മുടെ ഡ്രൈ മസാല പൗഡറും എല്ലാം ചേർത്ത് ഒരു അടിപൊളി ഫ്ലേവർ തന്നെയാണെന്നാണ് തോന്നുന്നത്. ആദ്യമായിട്ടായി കാരണം നമുക്ക് അത്രയും പറയാൻ പറ്റുള്ളൂ. കണ്ടോ, നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പ് ഓൾറെഡി നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ. ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബ്ലാക്ക് സോൾട്ടിൻ്റെ നല്ല ഫ്ലേവറാണ് കേട്ടോ. എല്ലാം കറക്റ്റ് തന്നെയാണ്, ഒന്നും കൂടുതലും കുറവൊന്നുമില്ല. ഇനി നമ്മുടെ കോണിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ടേസ്റ്റ് എന്തെങ്കിലും കൂടുതലോ കുറവൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കാം. നന്നായിട്ടാ ടേസ്റ്റ് ചെയ്തു. ഇപ്പം എല്ലാം നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ പിസ്സ സോസ് ഒന്ന് നമുക്ക് ഈ കോണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് കോൺഫ്ലെക്സിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൽ മുക്കിയെടുക്കാം. നമ്മൾ ബ്രെഡൊക്കെ വെച്ചിട്ട് പൊരിക്കുമ്പോൾ ചെയ്യില്ലേ, അതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും നമ്മളത് വേറെ ഫ്രൈ ഒന്നും ആക്കണില്ലല്ലോ. അപ്പോൾ ഉള്ളിലേക്ക് ശരിക്കും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം, എന്നാലേ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടുള്ളൂ. എന്തായാലും സംഗതി അടിപൊളിയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. എണ്ണത്തിലേക്ക് ഈ സോസ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അതോടെ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കോണും കൂടെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് കറക്റ്റാണ്. ഇത്രയും എടുത്തത് 2 എണ്ണത്തിന് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ അളവ് ഇപ്പോൾ നമുക്ക് കോൺഫ്ലെക്സിലൊന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് കോൺഫ്ലെക്സിൻ്റെ പൗഡറിലിട്ടൊന്ന് മുക്കിയെടുക്കാം കേട്ടോ. കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ കോണിലോട്ട് കോട്ടിങ് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടർ ഉള്ളത് കാരണം തന്നെ ഇത് കരിഞ്ഞൊന്നും പോവില്ല കേട്ടോ ഗ്യാസിൽ ചുടുമ്പോൾ. കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്ന് മുക്കിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ 2 കോണും നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. സോസ് പോവാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തത്. ബട്ടർ ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് വരും കോൺഫ്ലെക്സ്. നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം.
ഇതൊന്ന് ഗ്യാസിൽ ചുട്ടെടുക്കാം. കുട്ടികൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഈ തന്തൂരി ഫ്ലേവർ ഉണ്ട്, അതൊന്ന് വേറെ ദിവസം വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. കുറച്ച് കോളൊക്കെ വേണം, കരി നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. ഇനി നമുക്ക് ഗ്യാസിലിട്ടതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇതിൻ്റെ കൈ പിടിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചൂടുന്നത്. ഇതിൻ്റെ കുറച്ച് തണ്ട് നമ്മളിങ്ങനെ വെക്കണം പിടിച്ച് ചൂടാൻ, അല്ലെങ്കിൽ നമ്മൾ പപ്പട പോലെ ഇതിൻ്റെ സൈഡിൽ കമ്പ് പോലെ വെച്ച് കുറച്ച് നീട്ടി കിട്ടണം കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, ബട്ടറൊക്കെ ഉരുക്കിയിട്ട്. സാധനം പുളിയെന്നാണ് തോന്നണേ. സാധാരണ കോൺ ചൂടുമ്പോഴത്തെ സ്മെല്ലല്ല, കണ്ടോ ബട്ടറൊക്കെ മെൽറ്റായിട്ട്. അധികമാക്കേണ്ട, കോൺഫ്ലെക്സ് കരിഞ്ഞു പോട്ടോ. ഇപ്പം തന്നെ അത് ആയിട്ടുണ്ട്. ഇനി അടുത്തും കൂടെ ഇങ്ങനെ ചുട്ടെടുക്കാം. കുറേ സമയം ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഓൾറെഡി കോൺ വെന്തതാണ്. പിന്നെ ഇതാ ഗ്യാസ് കുറച്ചിടാം. കോൺഫ്ലെക്സിലോട്ട് തീ വരുന്നുണ്ട്. ഗ്യാസിൻ്റെ അവിടേക്ക് മൊബൈൽ അധികം നീക്കി വയ്ക്കാൻ പറ്റാത്തതാണ്. സാധാരണ കോൺ ചൂടുമ്പോൾ നമ്മൾ ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കും. ഇത് കൈ പിടിക്കാനേ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കോൺഫ്ലെക്സൊക്കെ കരിഞ്ഞു പോകും. ആ ബട്ടറൊക്കെ ഒന്ന് ആ ചൂടിൽ മെൽറ്റായി നമ്മുടെ സോസൊക്കെ ഒന്ന് ഉരുകി വരണം. പിന്നെ നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ മയണൈസൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ചീസും നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ചീസും നന്നായിട്ട് മെൽറ്റായിട്ട് വരും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സൈഡിൽ നിന്ന് കുറച്ച് കഴിച്ച് നോക്കി. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. പിസയുടെ അതേ ഫ്ലേവറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ആ ചാട്ട് മസാലയുടെയൊക്കെ ഫ്ലേവറും കുറച്ചും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതാരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ടേസ്റ്റിലുള്ള ഒരു കോണിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. കോൺ എല്ലാവരും ചുട്ടിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ഗ്യാസിൽ നമ്മൾ വെച്ച് കൊടുക്കരുത്, കരിഞ്ഞു പോവും. കൈ പിടിച്ചിട്ട് തന്നെ നമ്മളത് ചുട്ടെടുക്കണം കേട്ടോ. പെട്ടെന്ന് ഒരു മിനിറ്റ് പോലും ആകുമ്പോഴേക്കും നമുക്കത് തിരിച്ച് കൈ വെച്ചിട്ട് എടുക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ റെസിപ്പി ആയിട്ട് ചീനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ്. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.